എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് ഡിഷ് വാഷ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് തികച്ചും നാച്ചുറലായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണത്. അപ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചേരുവ ചേർത്തിട്ടാണ് ഞാൻ ഈ പദം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. തികച്ചും നാച്ചുറലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഹോം മെയ്ഡ് ഡിഷ് വാഷ് ഉണ്ടാക്കാം. ഞാനിവിടെ ഈ ഒരു ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് 3 നാരങ്ങയുടെ തൊലി എടുത്തിട്ടുണ്ട്. പിന്നെ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുള്ള നാരങ്ങയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പർപ്പസിന് യൂസ് ചെയ്യാം. ഇതിന് പകരം നിങ്ങൾക്ക് 3 നാരങ്ങ തന്നെ എടുക്കാം. ഇതിപ്പോൾ ഒരുവിധം വലിപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ തൊലി കൂടുതലുണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ആദ്യം നമുക്ക് ഇതൊന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കുരു നമുക്ക് കിട്ടുന്ന കുരുകളൊക്കെ മാറ്റി കളയാം. ഇപ്പോൾ ഞാൻ ഈ നാരങ്ങയുടെ തൊലിയും നാരങ്ങയൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ സ്പെഷ്യൽ ചേരുവയാണ്. സോപ്പ് നെട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു 30 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ സോപ്പ് നെട്ട് നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. ഇത് പണ്ടൊക്കെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ നന്നായിട്ട് കണ്ടിരുന്നു. ഇപ്പോൾ അത് കുറവാണ്. നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ടൗണിലുള്ള കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. അതുപോലെ അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആമസോണിലൊന്ന് അടിച്ചു കൊടുത്താൽ മതി സോപ്പ് നെട്ടെന്ന്. അപ്പോഴും ഈ ഒരു നെട്ട് കാണാൻ പറ്റും. നല്ല പതയാണിത്. നമുക്ക് നാച്ചുറലായിട്ട് പത കൊണ്ടുവരണമെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഷാമ്പു ഉണ്ടാക്കാനും ഫേസ് വാഷ് ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ടാക്കാൻ നമുക്കിത് എടുക്കാം. നല്ല പതയാണ്. നമ്മൾ പറഞ്ഞ് വിശ്വസിക്കില്ല. അതുപോലെ ഇത് പതഞ്ഞ് വരും. നമ്മൾ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടൊന്ന് ഇങ്ങനെ പതപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുക്കുന്നത്. ഒരു 30 എണ്ണം നമുക്കിതിലേക്ക് ചേർക്കാം. അതിൻ്റെ കുരു ഒന്ന് കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ ഇടുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തലേ ദിവസം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ പുളിയൊക്കെ പിഴിയില്ലേ അതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിൽ ചേർക്കാം. ഞാനിപ്പോൾ അങ്ങനെ കുതിർത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതിപ്പോൾ ഞാനിങ്ങനെ കുത്തിയിട്ട് ഇതിൻ്റെ കുരു കളയാണ്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ആ സോപ്പ് നെട്ടിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ കയ്യിൽ ഞാൻ കണ്ടോ ഇത് ആ ഒരു നെട്ടിൻ്റെ കുരു വേർതിരിച്ചപ്പോൾ ആയതാണ്. ജസ്റ്റ് ഒരു തരി വെള്ളം തേച്ചിട്ട് ഒന്നിങ്ങനെ തിരുമ്പി കൊടുക്കുമ്പോൾ നോക്കും നമ്മൾ സോപ്പൊക്കെ ആക്കുന്ന പോലെ തന്നെ ഇങ്ങനെ പതഞ്ഞ് വരുന്നത് കണ്ടില്ലേ. അതാണ് ആ ഒരു സോപ്പ് നെട്ടിൻ്റെ കഴിവ്. ഇപ്പോൾ ഞാനൊരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ നാരങ്ങയും സോപ്പ് നെട്ടും കൂടിയിട്ടുള്ളത് ഇട്ടിട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടിയാലൊന്നും കുഴപ്പമില്ല. ഒരു മുങ്ങി നിൽക്കുന്ന പോലെ വേണം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. വെന്ത ശേഷം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. ഗ്യാസ് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ ഇതിങ്ങനെ പതഞ്ഞ് ചെറുതായിട്ട് വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. ഈ ചെറുനാരങ്ങയുടെ തൊലി നന്നായിട്ട് സോഫ്റ്റ് ആവണം. മിക്സിയിൽ അടിക്കുമ്പോൾ നന്നായിട്ട് അരയണം. ഒരു 10-15 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടി വരും. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. അതിനുശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നല്ല കുറുകിയിട്ടാണ് ഈ ഒരു മിക്സി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 2 ഗ്ലാസ്സും കൂടിയൊക്കെ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരിച്ചതിൻ്റെ ആ ഒരു സത്ത് ഫുള്ളായിട്ട് ഇതിലേക്ക് എടുക്കാം കേട്ടോ. കട്ടി കൊണ്ട് ഇതങ്ങോട്ട് അരിപ്പേന്ന് വീഴുന്നില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ വെള്ളം ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ്സൊക്കെയാണ് ടോട്ടൽ ആഡ് ചെയ്തത്. അത് നിങ്ങൾ എടുക്കുന്ന ചെറുനാരങ്ങയുടെ അളവിനനുസരിച്ച് ചിലപ്പോൾ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ വല്ലാതെ കുറുകിയിട്ട് നമുക്ക് ആവശ്യമില്ലല്ലോ. ആദ്യം ഇത് വേവിക്കാനായിട്ട് ഒരു 2 ഗ്ലാസ് എടുത്തു. പിന്നെ ഇപ്പോഴും ഒരു 2 ഗ്ലാസ് ആഡ് ചെയ്തു കേട്ടോ. നന്നായിട്ട് ആ ഒരു ഫുള്ള് അതിൻ്റെ എക്സ്ട്രാക്റ്റും ഇങ്ങനെ അരിപ്പയിലൂടെ എടുക്കുക.
കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ നന്നായിട്ട് അരിച്ചെടുത്തു. നല്ല പതഞ്ഞിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ ചേർക്കുന്നത് ഇന്ദുപ്പ് അഥവാ റോക്ക് സാൾട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ആയുർവേദ ഷോപ്പിലൊക്കെ ഒരുപാട് ആയുർവേദ ഗുണങ്ങളുള്ളതാണ്. നമ്മൾ കഴിക്കാനായാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അത് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സാധാരണ കല്ലുപ്പ് പകരമായിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. ഒരു 1/2 കപ്പ്, അതായത് 1/2 ഗ്ലാസ് വിനാഗിരിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വിനാഗിരി നല്ലൊരു പ്രിസർവേറ്റീവ് ആണ്. അതുപോലെ തന്നെ ജേംസിനെയൊക്കെ കൊല്ലാനായിട്ട് ഒരുപാട് അണുക്കളുണ്ടാവില്ലേ നമ്മുടെ പാത്രത്തിലൊക്കെ, അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമുക്ക് ഇത് രണ്ടും ചേർക്കുന്നതിലൂടെ സാധിക്കും. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൽ നമ്മൾ പച്ചവെള്ളമൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുത്താലേ കറക്റ്റായിട്ട് ഒന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇതിലിപ്പോൾ ഈ ഒരു കളറിന് കാരണം നമ്മൾ ആ ഒരു സോപ്പിനിട്ട് ചേർത്തില്ലേ, അതുകൊണ്ടാണ്. അതിൻ്റെ ആ ഒരു പുളീൻ്റെയൊക്കെ ഒരു കളറാണ്. കോൽപ്പുളിയൊക്കെ പിഴിയുമ്പോഴത്തെ ഒരു കറുത്തൊരു കളറില്ലേ, അതുപോലെയാണ്. അതാണ് ഇങ്ങനത്തെ ഒരു കളറിൽ നമുക്ക് കിട്ടിയത്. ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ തിളച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോപ്പിനിട്ട് ഉള്ളതുകൊണ്ട് തന്നെ കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് അപ്പോൾ ഇത് ഓഫ് ചെയ്യാം. കുറുകി എടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് അഥവാ അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറുക്കി എടുത്തോളൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഇത് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ മുമ്പത്തെ ഒരു ഡിഷ് വാഷിൻ്റെ കുപ്പിയിലേക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇതുപോലത്തെ 2 കുപ്പിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞു. എന്നിട്ടും ബാക്കി ഇതേ ഇത്രയ്ക്കുണ്ട്. ഇപ്പോൾ ഇനി കണ്ടില്ലേ, ഇതിങ്ങനെ പത നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലും പാത്രം ഒന്ന് കഴുകിയിട്ട് നോക്കാം. നമ്മുടെ ഹോം മെയ്ഡ് ഡിഷ് വാഷ് വെച്ചിട്ട് നമ്മളിപ്പോൾ പാത്രം കഴുകിയെടുത്തു. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടി. ഞാനിപ്പോൾ ഈ ബോട്ടിൽ ഒരു പകുതിയൊക്കെയാണ് സാധാരണ ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കും. ആവശ്യത്തിന് പകുതി വീതം ഫില്ല് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ സോപ്പ് ചേർത്തുകൊണ്ട് നല്ല സോപ്പിൻ്റെ പതയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് നെട്ടിൻ്റെ പൗഡറും ഇതുപോലെ വാങ്ങാൻ കിട്ടും. അതായാലും ചേർത്താൽ മതി. ഇനി ഇതൊന്നും കിട്ടണില്ലെങ്കിൽ മാത്രം നമ്മുടെ ശരിക്കുള്ള ഡിഷ് വാഷിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു പത കിട്ടും. പത വേണമെന്നുള്ളവർക്ക് കേട്ടോ, അത് തികച്ചും ഓപ്ഷനലാണ്, പറഞ്ഞേ ഉള്ളൂ. ഇനി ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ സോപ്പ് നെറ്റിൻ്റെ 2-3 എണ്ണം ഇട്ടിട്ട് ഒന്ന് പതപ്പിച്ച് കാണിച്ചു തരാം. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും. നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ അത്രയ്ക്കില്ലാത്തത്. കണ്ടില്ലേ, നമുക്ക് നന്നായിട്ട് ഷാമ്പു പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. വളരെ നല്ലതാണ്. നമ്മൾ കെമിക്കൽ ഉള്ള സോപ്പൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇത് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങാൻ പറ്റുന്നതുകൊണ്ട് പിന്നെ അത്ര ബുദ്ധിമുട്ടില്ല വാങ്ങാനായിട്ട്. സോപ്പ് നെട്ടിന്ന് ആമസോണിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സോപ്പ് നെട്ടുകൾ നിങ്ങൾക്ക് വരും. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കാം. ഞാനെടുത്ത ഈ സോപ്പ് നെട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. അവിടെ ഉണ്ട് ഇതിൻ്റെ ഒരു മരമൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് തന്നെ. ഇത് വെച്ചിട്ട് നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഷാമ്പു ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ നമുക്ക് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ചേരുവകളൊക്കെ ഇതിൽ ചേർത്താൽ മതി. അപ്പോൾ നല്ല എഫക്റ്റീവാണ് ആ ഷാമ്പു. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ടാക്കാം. നമ്മുടെ നല്ല ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാൻ ഇത് കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചൊന്നും വാങ്ങുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ നഷ്ടമാവില്ല. ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന നാച്ചുറലായിട്ടുള്ള ഷാമ്പൂവിൻ്റെയും ഹാൻഡ് വാഷിൻ്റെയും ഒക്കെ റെസിപ്പി ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. എന്തായാലും നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളാവും. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും തന്നെ ഹോം മെയ്ഡായിട്ട് എല്ലാം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അത്രയ്ക്കാണ് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ. എനിക്ക് തന്നെ ഹോം മെയ്ഡായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാനുള്ള റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ പ്രകൃതിദത്തമായ രീതിയിൽ ഡിഷ് വാഷ് തയ്യാറാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റുകളാണ് നമ്മൾ ഡിഷ് വാഷ് വെച്ചിട്ട് കഴുകുന്നത്. അതിൻ്റെ അംശം നമ്മുടെ പാത്രങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങൾക്ക് അത് കാരണമാവും. അപ്പോൾ അതൊക്കെ മാറ്റണം എന്നുള്ളവർക്ക് തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ
നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. മിക്കവാറും എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറി നോക്കുക. അതുപോലെ നമ്മുടെ പുതിയ ചാനലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നാളെ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്